നമസ്കാരം. യുവനടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്ത് റിമാൻഡിലായ പശ്ചാത്തലത്തിൽ സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് വുമൻ ഇൻ സിനിമ കളക്ടീവ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷവും ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശങ്ങൾ നിലനിൽക്കുകയും സിനിമാ സെറ്റുകളിൽ സാഹചര്യങ്ങൾക്കൊന്നും മാറ്റം വന്നിട്ടില്ല എന്ന വേദനിപ്പിക്കുന്ന തിരിച്ചറിവാണ് ഈ സംഭവമെന്ന് WCC ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പ്രതികരിച്ചു. കുറ്റവാളിയുടെ ധൈര്യത്തിന്റെ ഉറവിടം എവിടെ നിന്നായിരിക്കുമെന്നും WCC ചോദിക്കുന്നു. ഓരോ സിനിമാ സെറ്റിലും ആഭ്യന്തര പരാതി പരിഹാര സമിതി വേണമെന്നത് WCCയുടെ നീണ്ട പോരാട്ടത്തിന്റെ ഫലമായി ഹൈക്കോടതി അംഗീകരിച്ച ഉത്തരവാണ്. എന്നാൽ ഇതിന്റെ പ്രവർത്തനങ്ങളൊന്നും കൃത്യമായി നടക്കുന്നില്ല. സിനിമാ സെറ്റിൽ വെച്ച് യുവനടിയെ രഞ്ജിത്ത് ആക്രമിക്കാൻ ശ്രമിച്ചത് അവർ അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. ശക്തരുടെ കയ്യിലുള്ള മറ്റൊരു ഉപകരണമായി ഇന്റേണൽ കമ്മിറ്റി മാറുന്ന കാഴ്ചയാണ് ഈ സംഭവത്തിലൂടെ നമ്മൾ കാണുന്നതെന്നും അനീതിയും പീഡനവും തടഞ്ഞില്ലെങ്കിൽ ശക്തരായവർ നിയമത്തിന് മുകളിലാണെന്ന് നമുക്ക് ഇനിയും വിശ്വസിക്കേണ്ടി വരുമെന്നും WCC പറയുന്നു. ഈ സാഹചര്യത്തിൽ നേരിട്ട് പോലീസിനെ സമീപിച്ച നടിയുടെ ധൈര്യത്തിന് സലാമെന്നും ആത്മാഭിമാനത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന തൊഴിലിടങ്ങൾക്കായുള്ള പോരാട്ടമെന്നും തുടരുമെന്നും WCCയുടെ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട്. അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗോടെയാണ് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ചെറിയ സിനിമാ സെറ്റിൽ വെച്ച് യുവനടിക്ക് നേരെ ഇത്രയും ഗുരുതരമായ അതിക്രമം നടന്നിട്ടും അവിടുത്തെ IC അംഗങ്ങൾ അത് അറിഞ്ഞില്ല എന്നത് വിശ്വസിക്കാനാവുന്നില്ല. അധികാര ബന്ധങ്ങൾ എങ്ങനെയാണ് പരാതി പരിഹാര സമിതികളെ നിശബ്ദമാക്കുന്നത് ഈ സംഭവം വ്യക്തമാക്കുന്നു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഓരോ സെറ്റിലും ICC ഉറപ്പാക്കാനും മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കാനും WCC നടത്തിയ പോരാട്ടങ്ങളെ കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. എന്നിട്ടും പലരും ICC ഒരു അനാവശ്യ ബാധ്യതയാണ് കാണുന്നത്. പോഴ്സ് നിയമം അതിന്റെ ശരിയായ അർത്ഥത്തിൽ നടപ്പിലാക്കാത്ത കാലത്തോളം ശക്തരായവർ നിയമത്തിന് മുകളിലാണെന്ന് വിശ്വസിക്കുന്നു തുടരുമെന്നും സിനിമാ സെറ്റുകൾ സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്ത ഇടങ്ങളായി നിലനിൽക്കുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ആരെയും കാത്തു നിൽക്കാതെ നേരിട്ട് പോലീസിനെ സമീപിച്ച നടി കാണിച്ച ധൈര്യത്തെ WCC അഭിനന്ദിച്ചു. ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ച പരാതി പരിഹാര ട്രിബ്യൂണൽ എന്ന നിർദ്ദേശം പുതിയ ഫിലിം പോളിസിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് ഈ അവസരത്തിൽ പുനഃപരിശോധിക്കപ്പെടണം. അതിജീവിതകൾക്ക് വേണ്ടത് വെറും വാഗ്ദാനങ്ങളല്ല, മറിച്ച് വിശ്വാസവും പിന്തുണയും നീതിയുക്തവുമായ ഒരു സംവിധാനമാണെന്നും സംഘടന ഓർമ്മിപ്പിക്കുന്നു. ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാവുന്ന സുരക്ഷിതമായ തൊഴിലിടങ്ങൾക്കായി എന്നും അവൾക്കൊപ്പം ഉണ്ടാകുമെന്നും WCC പ്രഖ്യാപിച്ചു. സിനിമ എന്ന മാധ്യമം സമൂഹത്തിന് മുന്നിൽ മാന്യമായ തൊഴിൽ സംസ്കാരത്തിന്റെ മാതൃകയാകണമെന്നും അതിനായുള്ള പോരാട്ടത്തിൽ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും വ്യക്തമാക്കിയാണ് സംഘടനയുടെ പ്രതികരണം അവസാനിക്കുന്നത്. സ്ത്രീകൾക്ക് അസ്വാസ്ഥ്യകരമായ തൊഴിലിടമായ സിനിമാ രംഗം തുടരുമെന്നും ഈ സാഹചര്യത്തിൽ ആരെയും കാത്തു നിൽക്കാതെ പോലീസിലേക്ക് നേരിട്ട് പോയ നടിയുടെ ധൈര്യത്തിന് സലാം. ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ച പരാതി പരിഹാര ട്രിബ്യൂണൽ എന്നതിന്റെ സാധ്യത തന്നെ ഫിലിം പോളിസി തള്ളിക്കളഞ്ഞു എന്നതും ഈ സാഹചര്യത്തിൽ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടെന്നും അതിജീവിതർ അർഹിക്കുന്നത് വിശ്വാസവും പിന്തുണയും നീതിയുക്തവുമായ ഒരു സംവിധാനമാണെന്നും തുറന്നു പറയുക എന്നത് ഒരിക്കലും എളുപ്പമല്ല. സിനിമ എന്ന ജനപ്രിയ മാധ്യമം സുരക്ഷിതവും നീതിയുക്തവും മാന്യവുമായ തൊഴിലിടങ്ങളുടെ മാതൃക കൂടി സൃഷ്ടിക്കേണ്ടതുണ്ട്. ആത്മാഭിമാനത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന തൊഴിലിടങ്ങൾക്കായുള്ള പോരാട്ടത്തിൽ WCC എന്നും പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അവർ പറയുന്നു.